സ്വന്തം പുരയിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഗൃഹനാഥനെ പുരയിടത്തിൽ അതിക്രമിച്ചു കയറി മർദ്ദിച്ചതായി പരാതി. അഞ്ചൽ ചോരനാട് സ്വദേശി അബ്ദുൾ ബഷീറിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനമേറ്റ അബ്ദുൾ ബഷീർ അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. സമയത്ത് തലക്ക് മൺവെട്ടി മേടിച്ച് തലക്കടിക്കുകയും ചട്ടി വാരി റോട്ടിലേക്ക് എറിയുകയും ചെയ്തു. ഇതാണ് ഉണ്ടായ സംഭവം. ഒരു തരത്തിൽ ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ ഇന്നത്തോടെ ഈ കട ഫുള്ള് നശിപ്പിക്കുമെന്നാണ് സുഭാഷ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. സ്വന്തം വീട്ടുവളപ്പിൽ കയറി മർദ്ദിച്ച കേസിൽ ചോരനാട് സ്വദേശി സുഭാഷിനെതിരെയാണ് ബഷീർ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ചോരനാട് ജംഗ്ഷന് സമീപം ബഷീറിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സുഭാഷ് സ്ഥലത്തെത്തി തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് കാട്ടിയാണ് ബഷീർ സുഭാഷിനെതിരെ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയത്. താൻ റോഡ് കയ്യേറുന്നുവെന്ന് ആരോപിച്ചാണ് തന്നെ സുഭാഷ് മർദ്ദിച്ചതെന്ന് ബഷീർ പറഞ്ഞു. ഞാനങ്ങ് ദൂരെ താമസിക്കുകയായിരുന്നു. അവിടെ വെച്ച് വന്ന് കണ്ടപ്പോഴെനിക്ക് സഹിക്കാതെ വന്ന് ഞാനത് ഇന്ന് ചൊവ്വാഴ്ചയായിട്ട് കോരി എൻ്റെ കോമ്പൗണ്ടിലോട്ട് ഇടുകയായിരുന്നു. ആ കോമ്പൗണ്ട് എനിക്കുള്ളത് തന്നെ ഇന്ന് ശാശ്വതമായി പുനലൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവുണ്ട്. ഇങ്ങനെ ആരോ എന്ന് അയാളോട് പറഞ്ഞു. അയാൾ വന്ന് പട്ടിയൽ കഷ്ണം കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് മമ്മട്ടി പിടിച്ചു വരികയും ചട്ടി വലിച്ചെറിഞ്ഞ് ആഭാസങ്ങൾ ഒരുപാട് ഓഴ്ത്തങ്ങൾ വിളിച്ചു പറയുകയും ഇന്ന് തടം കൊണ്ട് മൊത്തത്തിൽ ഞാൻ തമർത്തി കാണിച്ചു തരാം എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ താൻ ബഷീറിനെ മർദ്ദിച്ചിട്ടില്ലെന്നും ബഷീറിന് റോഡ് കയ്യേറിയതുമായി ബന്ധപ്പെട്ട് നിലവിൽ കേസുണ്ടെന്നും അത് ബഷീറിനെ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തതെന്നും ബഷീറിനെ മർദ്ദിച്ചു എന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്നും സുഭാഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.